വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാലത്ത് എനിറ്റപ്പുള്ള കാഴ്ചയാണ് അത്. ഇന്ന് രാവിലെ തന്നെ എനിറ്റു. അനുപേട്ടനാണെങ്കിൽ കാലത്ത് തന്നെ എന്നെ വിളിച്ചെത്തിച്ചു. അല്ലെങ്കിൽ ഞാനൊരു 8 മണിയൊക്കെ വരെ കിടന്നുറങ്ങാറുണ്ട്. സ്കൂൾ വെക്കേഷനാണല്ലോ, അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങാറുണ്ട്. ഇത് കാലത്ത് 6 മണിയായപ്പോഴേക്കും അനുപേട്ടൻ വെള്ളം റോട്ടിലേക്കൊക്കെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചെരിപ്പിച്ചതാണ്. അപ്പോൾ കാലത്ത് തന്നെ എനിക്ക് വെള്ളം എവിടം വരെ കയറി എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റോട്ടിലേക്ക് അങ്ങനെ വെള്ളമൊന്നും കയറാറില്ല കേട്ടോ. ഇത്തവണ റോട്ടിൽ ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ വലിയ മഴയില്ല, ചെറുതായിട്ട് ചാറുന്നുണ്ട്. രാത്രി ഫുള്ള് മഴയല്ലായിരുന്നു. എത്ര ദിവസമായി മഴ തുടങ്ങിയിട്ട്. മഴക്കാലമായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോഴേക്കും മഴക്കാലം നേരത്തെ വന്ന് നല്ല മഴയാണ്. അനുവേട്ടൻ ഈ കാലത്ത് തന്നെ എനിക്ക് സിറ്റ് ഔട്ടിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വൈപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ സിറ്റ് ഔട്ടിൽ കണ്ടുണ്ട്. അപ്പോൾ അമ്മയും വന്ന് എനിക്ക് അന്വേഷിച്ച് വരുന്നുണ്ട്, എന്താ ഇവിടെ കാലത്ത് തന്നെ എനിക്ക് അങ്ങനെ കാണാറില്ലല്ലോ ഇത്ര നേരത്തെ എനിക്കണത്. അപ്പോൾ എല്ലാവരും എനിട്ടുണ്ട്, പിള്ളേരും ഒക്കെ എനിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും തന്നെ എല്ലാവരും പിള്ളേരും എനിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലെ മഴവെള്ളത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ വലിയ പാടമാണ് കേട്ടോ. അപ്പോൾ ആ പാടത്തേക്കാണ് ഈ വെള്ളം മുഴുവൻ പോവാറ് ഒലിച്ച്. അപ്പോൾ പാടത്ത് നിറഞ്ഞ കാരണമായിരിക്കും ഇവിടെ വെള്ളം പൊന്തിയെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും വെച്ചു പാടത്ത് പോയി വെള്ളം എങ്ങനെ ഉണ്ടെന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് വെച്ച് ഞങ്ങളെല്ലാവരും കൂടി പാടത്തേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അതേ കൂടെ ജോലിയും വരുന്നുണ്ട് പിന്നാലെ. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളമൊലിച്ച് പോകണ സ്ഥലത്ത് മണ്ണൊലിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് മണ്ണൊക്കെ കൂട്ടി വെച്ച് കല്ലൊക്കെ അടക്കി പെറുക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. അമ്മ ആ കാലത്ത് തന്നെ ആ പണിയിലാണ്. അപ്പം അതേ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് പാടത്തേക്ക്. വെള്ളം എന്തോരായിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ ഇത് വെച്ച് നോക്കുമ്പോൾ പാടം നിറഞ്ഞ് കവിഞ്ഞിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് കാണാൻ പോവാണ് കേട്ടോ. നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിനാണ് ഇതേമാതിരി ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇത്രയും റോട്ടിൽ അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റോട്ടിൽ വരെ എത്തി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പാടത്ത് ഇത്ര പെട്ടെന്ന് വെള്ളമായോ, വേനൽക്കാലം മഴക്കാലം തുടങ്ങിയിട്ടില്ല അപ്പോഴേക്കും ഇത്രയും കവിഞ്ഞോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് പോയതാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളം. നമ്മുടെ ഫ്രണ്ടിൽ ഇത് വെച്ച് നോക്കിയപ്പോൾ വെള്ളം അത്രയില്ല കേട്ടോ. നമ്മുടെ പാടത്ത് സാധാരണ പറഞ്ഞ അത്ര വെള്ളമുള്ളൂ. ഇഷ്ടത്ര വെള്ളമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പയറൊക്കെ പൊട്ടിക്കണ വീഡിയോ കണ്ടു. ആ പാടാണത്. നമ്മുടെ പയറൊക്കെ മുങ്ങിയിട്ടുണ്ട്. പയറൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. പയറിൻ്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാടാണ്. ഇപ്പോൾ അതേ മുങ്ങിയിട്ടുണ്ട്. നല്ല വെള്ളം കുറച്ചും കൂടി മഴ പെയ്താൽ മുങ്ങുന്നുള്ള ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളമൊക്കെ നല്ലോണം കവിഞ്ഞിട്ടുണ്ട്. പിള്ളേർ ജസ്റ്റ് കാലിടാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു പേരയ്ക്ക നല്ലോണം മൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് തീറ്റ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വന്ദന. അപ്പോൾ പിള്ളേരുടെ കുളത്തിലിറങ്ങല പരിപാടി, കുളത്തിൽ അങ്ങനെ ഇറങ്ങാൻ പാടില്ല ഈ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ ഇറക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അവിടെ കാല് മുക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അമ്മാവനും പിള്ളേരുമായിട്ട് വരുന്നുണ്ട് ജാതിയായിട്ട്. ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധികം കടന്ന് ഞങ്ങളവിടെ കറങ്ങാൻ നിന്നില്ല. അപ്പോൾ ഇനി ഇപ്പോഴത്തെ രാവിലത്തെ മഴക്കാഴ്ചയൊക്കെ കണ്ട് വെള്ളപ്പൊങ്ങലൊക്കെ കണ്ട് ഇനി നമുക്ക് വീട്ടിൽ പോകാമല്ലേ. അപ്പോൾ ഇനി വീട്ടിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണമല്ലോ, വല്ലതും കഴിക്കണ്ടേ. അപ്പോൾ ഇനി നമുക്ക് നേരെ ചെല്ലാം വീട്ടിലേക്ക്. എന്നിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ പതിവ് മെനു ആയിട്ടുള്ള ദോശയല്ല കേട്ടോ എന്നുള്ളത്. ഇന്ന് ഞാൻ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ പാടത്തുനിന്ന് വരണ വഴിക്ക് അമ്മ പറഞ്ഞു ഇവിടെ പൂവമ്പഴം ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പൂവമ്പഴമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടുണ്ടാക്കി ആകെ കഴിക്കണത് ഞാൻ മാത്രമാണ്. പുട്ടും പഴം എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ബാക്കി ആർക്കും പുട്ടും പഴവും ഇഷ്ടമില്ല. ദിവസവും ദോശയാണെന്നുണ്ടെങ്കിലും അവർ കഴിക്കൂ കേട്ടോ.
അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അനൂപേട്ടൻ പറഞ്ഞു നമുക്ക് ചിക്കൻ മുട്ട ഉണ്ടാക്കാമെന്ന്. ചിക്കൻ എന്ന് പറയുന്ന സാധനം എങ്ങനെയായാലും അവർ കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ മുട്ടാണ് ഉണ്ടാക്കിയത് എന്ന്. അപ്പോൾ ചിക്കൻ മുട്ടാണ് കുട്ടികൾക്കുള്ളത്. എനിക്ക് പുട്ടും വെള്ളവും, അനൂപേട്ടനാണെങ്കിൽ പുട്ടും ചട്നി. ഒരു കോമ്പിനേഷൻ ഇല്ലെങ്കിലും ആൾക്ക് പുട്ടും ചട്നി ഇഷ്ടമാണ്. എൻ്റെ കടലക്കറിയേക്കാളും ഭേദമാണ് ചട്നി എന്ന് പറയും. അങ്ങനെ നമ്മുടെ പുട്ടും ചിക്കനും റെഡി ആയിട്ടുണ്ട്. മീനാക്ഷി ആണെങ്കിൽ പുട്ട് കഴിക്കാത്ത ആളാണ് കേട്ടോ, ഇഷ്ടമില്ലാത്ത ആൾ. പുട്ടും ചിക്കനായ കാരണം അവളത് കഴിച്ചു. അപ്പോൾ മഴ മാറിയിട്ടില്ല കേട്ടോ. കാലത്ത് ഇത്തിരി കുറവുണ്ടെങ്കിലും വീണ്ടും നല്ല മഴയാണ് കേട്ടോ. നമ്മുടെ അനൂപ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ്. അവനോട് തോണി ഇറക്കണോ വഞ്ചി ഇറക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ മതിലുമ്മ കയറി അവൻ എത്തിയിട്ടുണ്ട് വീട്ടിൽ. ഒരു നല്ലൊരു കണ്ടന്റ് കിട്ടും. ഇപ്പൊ അനൂപ കുളത്തിലേക്ക് പറയും. ആ റോട്ടില് വെള്ളം നോക്കി ആ വണ്ടികൾ പോകുമ്പോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മഴ ആസ്വദിച്ചിരിക്കുകയാണ്. മഴ ആസ്വദിച്ചല്ല, വെള്ളം എന്തോരം പൊങ്ങും നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി കളി തുടങ്ങി കേട്ടോ. പൈപ്പിന് അപ്പുറത്തെ പുറത്ത് വെള്ളക്കെട്ട് കാണാൻ ഗായത്രിയും എത്തിയിരിക്കുന്നു. പറമ്പിലൊക്കെ വാഴയും തേക്കും ഒക്കെ വീണിട്ടുണ്ട് കേട്ടോ. അവിടേക്കൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുള്ള് ദിവസം മഴയും മഴയാത്രയും മഴവെള്ളമായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ആണെങ്കിൽ ചോറും ഉണ്ട്, ഇന്നലത്തെ ചിക്കനും ഉണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറും ചിക്കനും കൂട്ടി ആണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഫുള്ള് മഴയാത്രയിൽ തന്നെയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. കുഞ്ഞൊക്കെ മഴവെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.